നമസ്കാരം. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ BJP നേടിയെടുത്തത് വലിയ ദേശീയ പ്രാധാന്യമുള്ള വാർത്തയായി മാറി. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഏറ്റവും വലിയ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് സംസ്ഥാന BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ അഭിനന്ദിച്ചത്. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJP നേതാവിൻ്റെ ഒരു നേതൃപാടവത്തിൻ്റെ മെയ്വഴക്കം തിരുവനന്തപുരം കോർപ്പറേഷൻ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒറ്റക്കക്ഷി എന്ന നിലയിൽ മുന്നിട്ട് വന്നു. ഭരിക്കാനുള്ള സത്യപ്രതിജ്ഞ കഴിഞ്ഞിരിക്കുന്നു. ഭരിക്കാനുള്ള ഒരുക്കത്തിലാണ് BJP. കേവല ഭൂരിപക്ഷമായിട്ടില്ല എങ്കിലും ഭരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇനി ആരാണ് മേയറാവുക എന്നതാണ്. അത് 26-ാം തീയതി വരെ സാങ്കേതികമായി സമയമുണ്ട്. പക്ഷേ ജനങ്ങളുടെ ആശങ്ക, വല്ലാത്ത ആശങ്കയുടെ മുൾമുനയിൽ ജനങ്ങളെ നിർത്തിക്കൊണ്ടാണ് ഇപ്പോഴും BJP മുന്നോട്ട് പോകുന്നത്. BJPക്ക് സംസ്ഥാനത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു കോർപ്പറേഷനിലെ മേയറുടെ കാര്യമാണ്. പക്ഷേ അവരെ ആശങ്കപ്പെടുത്തുന്ന കുറേ ഘടകങ്ങൾ ഉണ്ടാവാം. കേന്ദ്രത്തിന് വിട്ടിരിക്കുകയാണ് തീരുമാനം. 26-ാം തീയതിക്ക് മുമ്പ് കേന്ദ്രം പറയുമായിരിക്കും. 26-ാം തീയതി നമുക്ക് അറിയാമായിരിക്കും. പക്ഷേ ചോദ്യം ഇതാണ്, പ്രധാനപ്പെട്ട രണ്ട് പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഒന്ന്, പരമ്പരാഗത BJP രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്ന തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റൊക്കെ ആയിരുന്ന VV രാജേഷ് നേരത്തെ കൗൺസിലുണ്ടായിരുന്നു, ഇപ്പോഴും കൗൺസിലറാണ്. അദ്ദേഹമാണല്ലോ വരിക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ എന്തോ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എതിർപ്പ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിനുണ്ട്. അതേസമയം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മാത്രം BJPയിൽ ചേർന്ന് ശ്രീലേഖ IPS, മുൻ DGP, IGO അല്ലേ, DIG, എന്തായാലും ബ്യൂറോക്രാറ്റായി പോലീസ് വകുപ്പിൽ നിന്ന് വന്ന, എന്നിട്ട് ജയിച്ചു കയറിയ ശ്രീലേഖയുടെ പേരിനും ആണ് മുൻതൂക്കം എന്ന് കേൾക്കുന്നു. എന്തായിരിക്കും തീരുമാനം എടുക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? രാഷ്ട്രീയത്തിനാണോ മുൻതൂക്കം കൊടുക്കേണ്ടത്, അതോ വിദ്യാഭ്യാസവും ബ്യൂറോക്രസിയിലുള്ള പരിചയവും അതിനാണോ മുൻതൂക്കം കൊടുക്കേണ്ടത്? അങ്ങനെ ആശങ്ക BJPയിൽ ഉണ്ടോ? അതല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു മാനേജ്മെന്റ് തന്ത്രം, ഒരു നഗരസഭയെ പിടിച്ചെടുക്കുന്നതിൽ ജയിച്ചു കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഒരു മേയറെ തിരഞ്ഞെടുക്കാൻ ഇത്ര കഷ്ടപ്പെടുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ആരെയായിരിക്കും ഇനിയിപ്പോൾ കേന്ദ്രമാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക? എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകരാണ്, ശ്രീ NM പിയേഴ്സണും ശ്രീ പ്രശാന്ത് പ്ലാന്തോട്ടവുമാണ്. പ്രശാന്ത് സാറ് എങ്ങനെ കാണുന്നു ഈ പ്രതിസന്ധിയെ? BJPക്ക് അവിടെയുള്ള പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ BJPക്ക് അധികാരത്തിൽ വരാൻ സാധിക്കുമല്ലോ. നമ്മുടെ പഞ്ചായത്ത് നിയമം അനുസരിച്ച് അധികാരത്തിൽ വന്നാൽ നാളെ കാലത്ത് 50-നപ്പുറം ഒരു സംഖ്യ ഇല്ലെങ്കിൽ, 51 ഇല്ലെങ്കിൽ BJP നാളെ കാലത്ത് ഇവരെല്ലാം കൂടെ കൂടിയാൽ താഴെ ഇറക്കാൻ പറ്റും. 6 മാസത്തിന് വിശ്വാസം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ പ്രതിസന്ധിയെ മറികടന്ന് ഇഷ്ടമുള്ള രീതിയിൽ അവർ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് സുതാര്യമായിട്ട് പോകണമെങ്കിൽ, പ്രതിപക്ഷം സുതാര്യമായിട്ട് മുന്നോട്ട് പോകാനാണല്ലോ അനുവദിക്കാത്തത്. അതിന് 51 വേണം. അപ്പോൾ 51 എന്ന സംഖ്യയിലേക്ക് വരണമെങ്കിൽ ഈ പറയുന്നത് പോലെ വെളിയിൽ നിന്നുള്ള 2 സ്വതന്ത്രമുണ്ട്. 29-ഉം 19-ഉമാണ്. 29 CPM. അവർക്ക് ഇപ്പോഴത്തെ ഇതനുസരിച്ച് CPM സ്ഥാനാർത്ഥിയെ നിർത്തുന്നുണ്ട്, കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തുന്നുണ്ട്. അപ്പോൾ 2 സ്വതന്ത്രമുണ്ട്. 2 സ്വതന്ത്രം, ഒന്ന് പാറ്റൂർ രാധാകൃഷ്ണനും ഒന്ന് സുധീഷ് കുമാറും. ഇവരിൽ ആരെങ്കിലും ഒരാളെ അവരുടെ ഭാഗമാക്കിയാൽ, അല്ലെങ്കിൽ ഇവരുടെ കൂടെ നിർത്തിയാൽ അവർക്ക് സുതാര്യമായിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് ആരുടെയും കുഴപ്പങ്ങളില്ലാതെ, എതിർപ്പില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം ഇന്നത്തെ സാറി പറഞ്ഞതുപോലെ അവിടെ ജനറലാണ് ഈ പറയുന്ന 50 പേരും ഒന്നുക്കൊന്നൊക്കെ മെച്ചമാണ് എന്നൊക്കെ പറയുമ്പോൾ പാർട്ടിക്കകത്ത് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്നു, മുൻ ജില്ലാ പ്രസിഡന്റായിട്ടിരിക്കുന്നു, മുൻ കൗൺസിലറായിട്ടിരിക്കുന്നതുമായിട്ടുള്ള ആളാണ് ഈ പറയുന്നത് പോലെയുള്ള VV രാജേഷ്. അതുപോലെ തന്നെ 25 കൊല്ലമായിട്ട് കൗൺസിലറായിട്ടിരിക്കുന്ന കഴിഞ്ഞത്തെ പ്രതിപക്ഷ നേതാവുണ്ട് ഗോപൻ. അപ്പം ഗോപൻ അതുപോലെ ഒന്നുക്കൊന്നൊക്കെ എല്ലാവരും മെച്ചമാണ്. അപ്പം എല്ലാവരും ഇത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പുതിയനം തീരുമാനിച്ച ഒരു കാൻഡിഡേറ്റ് ഉണ്ട്. ആരാന്നറിയോ? പുതിയനം പറയാൻ തുടങ്ങിയ BJP അല്ല, പുതിയനം പറയാൻ തുടങ്ങിയ ഒരു കാൻഡിഡേറ്റാണ് ഈ പറയുന്ന ശ്രീലേഖയായിരിക്കും മേയർ. അപ്പം അവിടെ ഇപ്പോൾ വേണമെങ്കിൽ അവിടെ ഈ പറയുന്ന കുഴപ്പങ്ങളില്ലെങ്കിൽ, അതിനകത്ത് പ്രശ്നങ്ങളില്ലെങ്കിൽ VV രാജേഷിനെ ആക്കിക്കൊണ്ട് ഡെപ്യൂട്ടി മേയർ ആക്കിയാൽ മതി. ഡെപ്യൂട്ടി മേയർ വനിതയാണല്ലോ, ഇങ്ങനെ അവർക്ക് കൊടുത്തേ മതിയാവത്തുള്ളൂ. ഇപ്പം മേയറും ഡെപ്യൂട്ടി മേയറും ശ്രീലേഖ തീരുമാനിക്കുകയാണെങ്കിൽ ഡെപ്യൂട്ടി മേയർ സ്ത്രീയായിട്ട് വരും. അപ്പം അതാ തീരുമാനം ഈ പറഞ്ഞതുപോലെ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. നേരത്തെ വളരെ കാലം മുമ്പേ അമിത്ഷാ വന്നിവിടെ പറഞ്ഞാണ് തിരുവനന്തപുരം പിടിച്ചാൽ നമുക്ക് MLA-മാരെ MP-മാരെ ഉണ്ടാക്കാൻ പ്രയാസമില്ല, അവിടെ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞത് ഇപ്പം RC തുടങ്ങി കാണിച്ചിരിക്കുന്നു. മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ബാക്കി 5 കോർപ്പറേഷനെക്കാട്ടിൽ വ്യത്യസ്തമായിട്ടും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയെ പോലും കുഴപ്പത്തിലാക്കാനും, അല്ലെങ്കിൽ അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു കോർപ്പറേഷൻ. അപ്പോൾ ആ കോർപ്പറേഷൻ്റെ മേയറെ തീരുമാനിക്കുമ്പോൾ ഈ പറയുന്ന വികസനം അവിടെ നിന്ന് തുടങ്ങണമെങ്കിലും, അല്ലെങ്കിൽ ആക്ഷേപമില്ലാത്ത വികസനത്തിലൂടെ മുന്നോട്ട് പോകണമെങ്കിലും ജനം ആദ്യമേ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളിനെ അവിടുത്തെ മേയറാക്കി തീരുമാനിക്കേണ്ടി വരും. അപ്പോൾ ആ കാരണം വരുമ്പോൾ ഈ പറയുന്ന VV രാജേഷിനകത്ത്
പല പ്രശ്നങ്ങൾ പാർട്ടിക്കകത്തും പാർട്ടിക്ക് വെളിയിലും പറയുന്നുണ്ട്, ഇച്ചിരി കുഴപ്പക്കാരൻ, ഇച്ചിരി അഴിമതിയുണ്ട്, ഇച്ചിരി കാശുണ്ടാക്കുന്ന ആളാണ്. അപ്പം ഇവരെ തീരുമാനിച്ചാൽ ഒരു ഗുണമുണ്ട്, ഇവരെ മേയറാക്കിക്കൊണ്ട് അവിടെ 1-2 വാർഡുകളിലുള്ള കാര്യം ഇപ്പം അറിയാമല്ലോ. ഒന്ന് നേമത്തെ ശിവൻകുട്ടിയുടെ വാർഡ്, നേരത്തെ BJP MLA ഉണ്ടായിരുന്ന വാർഡ്, ആ വാർഡ് പൂർണ്ണമായിട്ട് BJPയുടെയിലായി. മറ്റേ വട്ടിയൂർക്കാവ് പൂർണ്ണമായിട്ട് BJPയുടെയിലായി. അപ്പോൾ അതിനുള്ള സാധ്യത നല്ലൊരു ക്യാൻഡിഡേറ്റിനെ കൊണ്ടുപോയി മേയറായിട്ട് ശ്രീലേഖ തീരുമാനിച്ചിട്ട് അവരെ മത്സരിപ്പിച്ചാൽ മതി. അന്നേരം ഒഴിയുണ്ടല്ലോ, മത്സരിപ്പിച്ചാൽ അവർ MLA ആക്കാം, അന്നേരം മേയറെ മാറ്റി തീരുമാനിച്ചാൽ മതി. അപ്പോൾ അവർക്ക് MLA ആവാനുള്ള സാധ്യത ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താൻ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ 2 സ്വതന്ത്രന്മാർ, ഞാൻ പറഞ്ഞിട്ട് ഒരു മിനിറ്റ്, 2 സ്വതന്ത്രന്മാർ എന്ന 2 പേരും ആകുന്ന പ്രഷർ നോക്കി. കാരണം ഇവർക്ക് ജനറൽ ആയതുകൊണ്ട് ഇവർ 2 പേരും ആണുങ്ങളാണ്. ഒരു സ്ത്രീ ആയിരുന്നുണ്ടെങ്കിൽ BJP ഈസി ആയിരുന്നു, ഡെപ്യൂട്ടി മേയറാക്കിയാൽ മതി. നിങ്ങളെ ഡെപ്യൂട്ടി മേയറാക്കുക. അവർ 2 കൈ നീട്ടിപ്പോയി. ഇപ്പോൾ ഇവരെ മേയറാക്കാൻ പറ്റുമോ? മേയറാക്കാൻ പറ്റും. പക്ഷേ അവരാഗ്രഹം പ്രകടിപ്പിച്ച് രാജു രാധാകൃഷ്ണൻ പറഞ്ഞു ഞാൻ മേയറായിട്ട് മത്സരിക്കുന്നുണ്ടെന്ന് ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. സുധീഷും പറഞ്ഞു ഇന്നലെ വേണമെങ്കിൽ, പക്ഷേ ആട്ടിയ വീഴുന്ന ഒരവസ്ഥയിലല്ലല്ലോ, 50 ഉണ്ട്. അപ്പോൾ അവർ വിചാരിക്കും ഏതെങ്കിലും ഒരു നല്ല ചെയർമാൻഷിപ്പ് കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊടുത്താൽ മതി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊടുക്കുമ്പോൾ സുധീഷനാവും, വേണ്ട പരിഗണനയും കിട്ടും. ആ രീതിയിലേക്ക് തീരുമാനമായതിപ്പം വരുന്നു. അപ്പോൾ മേയറെ ഇനിയും ഇവിടെ തീരുമാനിക്കാൻ പറ്റത്തില്ല. അവിടെ ഒരു കുഴപ്പം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്, തീരുമാനിക്കാൻ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ വേണം എന്നുള്ള കാര്യമുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് അദ്ദേഹം അവിടെ പോയത്. 45 ദിവസിക്കകം മോദി ഇവിടെ വരും എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഇവിടുത്തെ തീരുമാനം ഇവിടെ നിൽക്കത്തില്ല. അല്ലെങ്കിൽ കേന്ദ്രം ഇടപെടണം, അമിത്ഷാ വരണം, അല്ലെങ്കിൽ കേന്ദ്ര തീരുമാനം ഈ രാഷ്ട്രത്ത് മാറി അങ്ങോട്ട് നിൽക്കണമെന്ന് പറയണമെങ്കിൽ നമ്മൾ തൃശ്ശൂർ വേണ്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ നേരം സുരേഷ് ഗോപിയുടെ കാര്യം മേളിൽ തീരുമാനിച്ചു വന്ന പോലെ, അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവും. രാഷ്ട്രനോട് മേളിൽ നിന്ന് പറയുക, അമിത്ഷാ പറയുക, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നല്ല പ്രധാനമന്ത്രി നേരിട്ട് എന്തായാലും പറയത്തില്ല, അതനുസരിച്ച് രാഷ്ട്രം കൊണ്ട് മാറി ശ്രീലേഖയെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കേന്ദ്രം തീരുമാനിക്കേണ്ടി വരും. ഇവിടുത്തെ മേയറെ കേന്ദ്രം തീരുമാനിക്കേണ്ടി വരുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ശ്രീലേഖയ്ക്കാണ്. കാരണം കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദിയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്ന സ്ത്രീകൾക്ക് വേണ്ട പരിഗണന, കൊള്ളാവുന്ന എല്ലാവർക്കും അദ്ദേഹം വേണ്ട പരിഗണന കൊടുക്കാറുണ്ട്. കൊള്ളാവുന്ന സ്ത്രീകൾക്ക് വേണ്ട പരിഗണന, അല്ലെ ജനം അക്സെപ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ശ്രീലേഖ തന്നെ കൊള്ളാം. അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കും ഒരു ചെറിയ പോസ്റ്റ്, നമ്മൾ പറയുമ്പോൾ ഒരു പഞ്ചായത്ത് വാർഡാണല്ലോ, കോർപ്പറേഷൻ ആണെങ്കിലും നമ്മുടെ ശരിയായിട്ടും പറഞ്ഞാൽ അത് കോർപ്പറേഷൻ ആയതുകൊണ്ട് ഒരു പഞ്ചായത്ത് പാർട്ടി മത്സരിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുമ്പോൾ ജയിച്ചു വന്നാൽ, അവിടെ BJP വന്നാൽ അവരെ അതിന് തീരുമാനിക്കാൻ വേണ്ടി തന്നെ ആലോചിച്ചിട്ടുണ്ടാവും BJP. ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയത്തില്ല. ഏതായാലും അങ്ങനെ തന്നെയാണ്. ഏതായാലും തീരുമാനം കേന്ദ്രത്തിലും തന്നെ ഉണ്ടാകും. വിമതൻ ഒരാൾ കൂടി ഇപ്പം വാർത്ത ശരിയാണെങ്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ BJPക്ക് മേയറെ തീരുമാനിക്കാം സുരക്ഷിതമായിട്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇദ്ദേഹത്തിന് നല്ലൊരു നമ്മൾ പറഞ്ഞ പോലെ ഏതെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊടുത്ത് ചെയർമാൻ സ്ഥാനം കൊടുത്തുകൊണ്ട് BJP സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ്. ജയിക്കാനല്ല, ഭരിക്കുന്നതിന് മുമ്പുള്ള ഈ മേയർ തെരഞ്ഞെടുപ്പ് ജയത്തെക്കാളും വലിയ പ്രതിസന്ധി BJPയിൽ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാവും സാർ? ഇല്ല, പ്രതിസന്ധി എന്ന് അതിനെ വ്യാഖ്യാനിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിൽ അവർക്ക് അടിപറ്റിയ 2 ഭരണ സംവിധാനങ്ങളുടെ കഥ അവരുടെ മുന്നിലുണ്ട്. ഒന്ന് പാലക്കാട് നഗരസഭ, 2 പന്തളം നഗരസഭ. ഇതെല്ലാം കഴിഞ്ഞ വർഷം ജനങ്ങൾ അവരെ ഭരിക്കാൻ ഏൽപ്പിച്ചാണ്. പക്ഷേ പന്തളത്ത് നിന്ന് അവരെ തല്ലി ഓടിച്ചു ജനങ്ങൾ. ആ രീതിയിലായിരുന്നു അവിടുത്തെ ഭരണമായിരുന്നു. പാലക്കാട് മാത്രം സുഖകരപ്പെട്ടു. അല്ല, പാലക്കാട് സുഖകരമല്ല കാര്യങ്ങൾ. അപ്പോൾ ഇത് BJPയുടെ മുന്നിൽ, BJP ഒരു പഞ്ചായത്തിൽ ജയിക്കാനോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനിൽ ജയിക്കാനോ അല്ലല്ല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അവർക്ക് കേരളം ഭരിക്കാനാണ് ആഗ്രഹം. കേരളം ഭരിക്കാനായിട്ട് എങ്ങനെ കഴിയും എന്നത് അവർ വളരെ കാര്യമായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയത്തെ മാനേജറിയൽ പൊളിറ്റിക്സ് ആയിട്ട് മാറ്റുകയാണ്. അതിൽ മാനേജ്മെൻറ്റ് പ്രക്രിയയാണ്, മാനേജ്മെൻറ്റ് പ്രോസസ്സാണതെന്ന് കണക്കാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നേ ഈ കാര്യങ്ങളെല്ലാം BJP ആലോചിച്ചതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീലേഖ IPSനെ അവരെന്ത് ചെയ്യുന്നത്, അവിടെ കാൻഡിഡേറ്റ് ആക്കുന്ന. അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ആക്കേണ്ട കാര്യമില്ല, ആ വാർഡ് ജയിക്കാൻ വേണ്ടിയിട്ടല്ല കാൻഡിഡേറ്റ് ആക്കി. അവർ തിരുവനന്തപുരം നഗരസഭ പിടിക്കാൻ കഴിയും എന്ന് BJPക്ക് അറിയാമായിരുന്നു. കഴിഞ്ഞ 2 ടേമിലും 35 എന്ന നിലയ്ക്ക് മരവിച്ച് നിന്ന് അവിടെ നിന്ന് ഈ നിലവിലുള്ള ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയറുടെ ജനങ്ങൾക്ക് വിരുദ്ധമായി തോന്നിയ ഒരുപാട് കാര്യങ്ങൾ, ജനവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരെ അൺപോപ്പുലറാക്കി മാറ്റിയിരുന്നു. ഈ അൺപോപ്പുലറായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഭരണം തങ്ങളുടെ കയ്യിലേക്ക് വരും എന്നുള്ള കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതല്ലാതെ വെറുതെ കൊണ്ട് ശ്രീലേഖ അവിടെ നിർത്തി എന്ന്
നമ്മളൊരിക്കലും കണക്കാക്കരുത്. ശ്രീലേഖ നിർത്തുന്നതിന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് അന്നുണ്ട്, ഇപ്പോഴുമുണ്ട്. രാജേഷിനെയും വെറുതെ നിർത്തിയാണെന്ന് കണക്കാക്കരുത് കാഴ്ചപ്പാട്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, മേയറായിട്ട് രാജേഷ് വരികയും ഡെപ്യൂട്ടി മേയറായിട്ട് ശ്രീലേഖ വരികയും ചെയ്യുന്ന ഒരു ഫോർമുല ആയിരിക്കും മിക്കവാറും അതിനകത്ത് വർക്കബിൾ ആവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ലതുമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ, ഒന്ന് പൊളിറ്റിക്കലായിട്ടുള്ള സപ്പോർട്ട് നല്ല രീതിയിൽ രാജേഷ് വരുന്നതിലൂടെ കിട്ടും. ഒരു ബ്യൂറോക്രാറ്റ് എന്ന നിലയ്ക്ക് ബ്യൂറോക്രസിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ നല്ല സപ്പോർട്ട് നേടാനായിട്ട് ശ്രീലേഖ IPS ഡെപ്യൂട്ടി മേയറായത് നല്ലതാണ്. മേയറും ഡെപ്യൂട്ടി മേയറും ഇവരുടെ കൺസെപ്റ്റിൽ ഇല്ല എന്ന് നമ്മളെങ്ങനെ കരുതും? ഇവരങ്ങനെ അല്ല ഉദ്ദേശിച്ചതെന്ന്. പുറത്തുള്ള ചർച്ചകൾ വേറെ രീതിയിൽ വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഒന്ന്, രാജേഷിനെതിരെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ BJP പ്രവർത്തകർ അഴിമതിക്കാരെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചിരുന്നുള്ള വിഷയമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു പൊളിറ്റിക്കൽ വിഷയമാണ്, നമ്മളൊരു പൊളിറ്റിക്കൽ അലയൻസ് നടത്തുമ്പോൾ മുന്നോട്ട് വെക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു ഫോർമുല ആയിരിക്കും ചിലപ്പോൾ വർക്കബിൾ ആവുക. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മേയർ എന്ന് പറഞ്ഞാൽ VV രാജേഷും അതേപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ എന്ന് പറഞ്ഞാൽ ശ്രീലേഖയും ആകാം. പിന്നെ നേരത്തെ ഇപ്പോൾ നമ്മളുടെ ചർച്ചയിൽ വന്ന വിമതന്മാർ, അവർ രണ്ടുപേരെയും BJP എടുക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു വിമതൻ കരക്കടിഞ്ഞു എന്ന് പറയുന്ന വാർത്ത വന്നു. സുധീഷ്, അദ്ദേഹം കോൺഗ്രസ് വിമതനാണ്. മറ്റത് സമ്പൂർണ്ണ സ്വതന്ത്രനാണ്, പാറ്റൂർ രാധാകൃഷ്ണൻ. ഇപ്പോൾ രാധാകൃഷ്ണൻ കുറേ കഴിയുന്ന സമയത്ത്, കാരണം അദ്ദേഹം വാർഡിലുള്ള ആളുകളൊക്കെ സംസാരിച്ച് വാർഡിന് ഗുണകരമായിട്ടുള്ള കാര്യം എന്താണ്, വാർഡിന് ഗുണകരമായിട്ടുള്ള കാര്യം ഒന്നിൽ എന്താണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പോലെയുള്ള ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആവുക, പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. പിന്നെ മറ്റ് പല സാധ്യതകൾ ഉണ്ടല്ലോ. ആ സാധ്യതകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് BJP അതാരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥലത്ത് ഗോവയിലൊക്കെ വളരെ കൃത്യമായിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കി അവരുടെ മുഖ്യമന്ത്രിയെ സ്ഥാപിച്ച ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഇങ്ങനെ വിമതരായിട്ട് അവിടെ ഇവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന രണ്ടാളുകളെ പിടിച്ച് അവരുടെ പോക്കറ്റിലൊക്കെ എന്താ ബുദ്ധിമുട്ടുള്ളത്? അതവർ കൃത്യമായിട്ട് ചെയ്യും. ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തയിൽ ഒരാളെ എത്തിയിട്ടുള്ളൂ, നാളെ മറ്റേ ആളും എത്തി എന്ന് പറയുന്ന വാർത്ത നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. അവർ വരുന്നതൊന്നും മേയറെ ഡെപ്യൂട്ടി മേയറെ തിരഞ്ഞെടുക്കുന്നതിനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല ശരിക്കും. ശരി. കാരണം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യുന്ന ഒരു പദ്ധതിയുടെ പ്രവൃത്തിയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. കാരണം നമ്മളിത് ഇതിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് കേന്ദ്ര നേതൃത്വവും അതേപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ എങ്ങനെയാണ് അതിനെ കണ്ടതും അതിനെ ആഘോഷിച്ചതും, അതേപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ BJP ഒക്കെ ആഘോഷിച്ച് എങ്ങനെയാണെന്ന് കണ്ടതല്ലേ. കേരളം പിടിച്ചു എന്നാണ് അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേരളം പിടിക്കാനായിട്ട് കഴിയുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, കോർപ്പറേഷൻ പിടിച്ചിട്ടാണ് ഗുജറാത്ത് ഞാൻ പിടിച്ചതെന്നാണ് മോദി പറഞ്ഞത്. അതെ, അതുപോലെ നമുക്ക് സാധ്യമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. മാത്രമല്ല, ഇവരുടെ ഒരു ഓഫർ ഉണ്ടല്ലോ, 45 ദിവസം കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയപ്രഖ്യാപനം ഉണ്ടാവും, പ്രൊജക്റ്റുകൾ പ്രഖ്യാപനം ഉണ്ടാവും, വികസന പദ്ധതി പ്രഖ്യാപിക്കും. അതെ, ഇത് എങ്ങനെ തിരുവനന്തപുരം എങ്ങനെ സിംഗപ്പൂരായി മാറും എന്നതിൻ്റെ ഒരു പ്രഖ്യാപനം അവിടെ നടത്തും. അപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്നത് കേരളത്തിലേക്കുള്ള ഭരണത്തിലേക്കുള്ള നടവഴി എന്ന നിലയ്ക്കാണ് BJP കാണുന്നത്. അതിനനുസരിച്ചുള്ള തീരുമാനമായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാം, രാജേഷാണോ ശ്രീലേഖയാണോ, അതല്ല മൂന്നാമത് വല്ലതും. മൂന്നാമതൊരു പോസിബിലിറ്റിയും അവിടെ ഇല്ല. ഗോവൻ്റെ കാര്യം പറഞ്ഞു എന്നുള്ളത് ശരിയാണെങ്കിലും ഗോവൻ കൊള്ളാം, നല്ല പരിചയമൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും BJPയുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ ഈ ആലോചിച്ചതും അതിനപ്പുറത്തും ഉള്ള ചർച്ചകൾ BJPക്കകത്തും കേന്ദ്ര നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലും ഒക്കെ നടക്കുന്നുണ്ടാവുമല്ലോ. കാരണം അവർക്ക് ഇത് വെറും കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പല്ല. സാർ പറഞ്ഞതുപോലെ അവർ കേരളം ഭരിക്കാനുള്ള തയ്യാറെടുപ്പാണ് അവർക്ക് തിരുവനന്തപുരം. അതുകൊണ്ട് അതിന് യുക്തമായ തീരുമാനമെടുക്കും. 26 വരെ നമുക്ക് കാത്തിരിക്കാം. അതിനു മുമ്പ് തീരുമാനം വരും എന്ന് പ്രതീക്ഷിക്കാം. പ്രേക്ഷകരോടൊപ്പം നമ്മളും കാത്തിരിക്കുന്നു. നന്ദി.